നേമം MLA-യും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ് വി ശിവൻകുട്ടി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പേർ സഹകരിക്കുന്നുണ്ടായി. അദ്ദേഹം കൃത്യമായും CPIM-ന് വേണ്ടി വലിയ തോതിൽ നിയമസഭയ്ക്കകത്ത് പോലും സ്പീക്കറുടെ ചേംബറിൽ കയറി അക്രമ കോലാഹലങ്ങൾ കാണിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശിവൻകുട്ടി ഇപ്പോൾ CPM-ന്റെ ജില്ലാ നേതൃത്വവുമായി വലിയ രീതിയിലുള്ള പിണക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. അദ്ദേഹത്തിന് നേമം സീറ്റ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടുക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. UDF നേതാക്കളുമായി ശിവൻകുട്ടി ചർച്ച നടത്തിയിരിക്കുന്നു എന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും വരികയാണ്. ഇതിൽ വാസ്തവമുണ്ടോ എന്ന വലിയ സത്യം ഇപ്പോൾ നിരവധിയായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ CPIM-നുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIM-നകത്ത് തന്നെ ഒരു വിഭാഗം വി ശിവൻകുട്ടിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എതിരാളികളുമായി അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ശ്രദ്ധാപൂർവമായ നീക്കമാണ്. കോൺഗ്രസുമായി ഒരു ഡീലിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കമാണ്. CPIM ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ പാർട്ടി വിടുമോ എന്നുള്ളതും സംശയിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഏതായാലും വി ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അദ്ദേഹം ഇനിയും നേമത്ത് മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ആര്യ രാജേന്ദ്രൻ എന്ന നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഏറെ വിവാദം ഉണ്ടാക്കിയ കോർപ്പറേഷൻ മേയർ, അവരെയാണ് കൃത്യമായും CPIM പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ആനാവൂർ നാഗപ്പൻ്റെ ടീമിലെ അംഗമാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നവരും നിരവധിയാണ്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനും ആനാവൂർ നാഗപ്പനും വി ജോയും അറിയാതെ ഒരു കരിയില പോലും തിരുവനന്തപുരത്ത് CPIM-നുള്ളിൽ അനങ്ങില്ല എന്ന് പണ്ട് മുതലേ പറയാറുണ്ട്. ശിവൻകുട്ടി കട്ടക്കലിപ്പിലാകുന്നത് സീറ്റ് നിഷേധിക്കുന്ന വിഷയം വരുമ്പോൾ മാത്രമായിരിക്കും. നേമത്ത് നമുക്കറിയാം 2011-ലും 2016-ലും 2021-ലും വി ശിവൻകുട്ടി തന്നെയാണ് മത്സരിച്ചത്. 2011-ൽ O രാജഗോപാലിനെ 6000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയതെങ്കിൽ 2016-ൽ അദ്ദേഹം 8600-ലേറെ വോട്ടുകൾക്ക് പരാജയത്തിൻ്റെ കൈ പറഞ്ഞു. അന്നാണ് ചരിത്രത്തിലാദ്യമായി BJP അക്കൗണ്ട് തുറന്നത്. അന്ന് വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയുണ്ടായി എന്ന് ശിവൻകുട്ടി പറയുകയുണ്ടായി. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി K മുരളീധരൻ രംഗത്ത് വന്നതോടുകൂടി ശിവൻകുട്ടിക്ക് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ K മുരളീധരനായിരുന്നു വി ശിവൻകുട്ടിയുടെ വിജയശില്പി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശിവൻകുട്ടിക്ക് 2016-ൽ കിട്ടിയ വോട്ട് ഷെയർ പോലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. എന്നിട്ട് ശിവൻകുട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് അത് ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ഏതായാലും BJPക്ക് സീറ്റ് വിൽക്കാനാണോ CPIM-ന്റെ ശ്രമം എന്ന് ജില്ലാ കമ്മിറ്റിയിൽ വി ജോയ്ക്കെതിരെയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെയും തുറന്നടിക്കുകയാണ് നിരവധിയായ നേതാക്കൾ. നമുക്കറിയാം, മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയും കുടുംബവും CPIM വിട്ട് BJPയിൽ പോയത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി പേർ ഇത്തരത്തിൽ CPIM BJP അന്തർധാര രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഈ അന്തർധാരയിൽ സജീവമാകുന്ന ഒരു സാന്നിധ്യം നേമത്തുമുണ്ട്. നിയമമണ്ഡലത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ CPIM തയ്യാറാവുകയാണെങ്കിൽ അതിന് പകരമായി BJPയുടെ പല രീതിയിലുള്ള ഓഫറുമുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം.